നമ്മുടെ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ വളരെ നേരത്തെ തുടങ്ങിയതാണ്. അത് എല്ലാം ഒന്ന് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. നേരത്തെ വരണമെന്ന് കരുതിയതാണ്, പക്ഷെ പല പരിപാടികൾ കാരണം അങ്ങനെ മാറ്റിവെക്കപ്പെട്ടു പോയ പരിപാടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും UDF നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് സുസജ്ജമാണ്. എല്ലാ സംഘടനാപരമായ എല്ലാ സംവിധാനങ്ങളും UDF നല്ല ഭൂരിപക്ഷത്തിൽ, ഉയർന്ന ഭൂരിപക്ഷത്തിൽ UDF കൂടെ ജയിക്കും. അതിനു വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പുകളാണ്. ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ അതിശക്തമായ എതിർപ്പും വിദ്വേഷവും അവരോടുള്ള നിരാശയും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. സർക്കാരിനെതിരായിട്ട് പ്രതികരിക്കാൻ ജനങ്ങളൊരു അവസരം നോക്കിയിരിക്കുകയാണ്. അത് നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല പ്രതികരിക്കുന്നത്, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി പ്രതീകാത്മകമായി ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരായി പ്രതികരിക്കുന്നത് നിലമ്പൂരിലെ ജനങ്ങളാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി അൻവറിന്റെ പരിപൂർണ്ണ പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹം ഞങ്ങൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ടാണല്ലോ അദ്ദേഹം രാജിവെച്ചത്. അദ്ദേഹം പൂർണ്ണമായ അത് പിന്തുണ നൽകിയിട്ടുണ്ട്, അത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹം കൂടെ ഉണ്ടാവും, ഞങ്ങളുമായിട്ട് കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കും. അല്ല, അതെല്ലാം മറ്റ് കാര്യങ്ങളാണ്, അതെല്ലാം UDF ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വ്യാജ ഇടപാടിൽ 2.78 കോടി രൂപ തട്ടിയെന്നാണ് SFI റിപ്പോർട്ട്. അല്ല, അതൊരു ഗുരുതരമായ ആരോപണമാണ്. കാരണം അതൊരു രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇത് ഞങ്ങളാരും ഉന്നയിച്ചിട്ടുള്ള ആരോപണമല്ല, പ്രതിപക്ഷ പാർട്ടികൾ ആരും ഉന്നയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണമല്ല. ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ ഒരു കേസ് CMRL ഒരു കേസ് പരിശോധിച്ചു വന്നപ്പോൾ വെളിവായ ഒരു വിഷയമാണ്. ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഗവൺമെന്റ് ലെവലിൽ ഈ ചെയ്ത ഒരു സംഭവം മാത്രമാണ്. അത് ഇതിനകത്ത് ഏറ്റവും പ്രധാന പോയിന്റ് ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷേ കമ്പനിയുടെ ആളുകൾ കൊടുത്തിരിക്കുന്ന മൊഴി ഒരു സർവീസും കൊടുക്കാതെയാണ് ഈ പണം കൈമാറിയിട്ടുള്ളത്. ഒരു സർവീസും കൊടുക്കാതെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മണി ലോണ്ടറിംഗ് ആണ്. അത് PML ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ്. അപ്പോൾ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഒരു പണം വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട്, പൂർണ്ണമായ ഉത്തരവാദിത്വം ആ കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടത്. ആരോപണം ഗുരുതരമാണ്. അത് ആരെങ്കിലും കെട്ടിപ്പൊക്കിയ ഒരു ആരോപണമല്ലല്ലോ, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ആരെങ്കിലും ഉന്നയിച്ച ഒരു ആരോപണമല്ല, ഞങ്ങളാരും ഉന്നയിച്ച ആരോപണമല്ല. അത് പുറത്തു വന്ന ഒരു ആരോപണമാണ്, ഗുരുതരമായ ആരോപണമാണ്. അപ്പം അത് അന്വേഷിക്കുകയും വേണം, അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കുകയും വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡ്.